നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കുട്ടികൾ സൈഡ് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, ഒരുപാട് പേര്. അല്ല, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇരുന്ന്, അതേസമയം ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ പുറത്തുള്ള രാജ്യത്ത് നിന്ന് നമുക്ക് സൈഡ് ഇൻകം ഏൺ ചെയ്യാൻ പറ്റത്തില്ലേ? തീർച്ചയായും അതിന്റെ പ്ലാറ്റ്ഫോംസ്, അതിന്റെ കാരണങ്ങൾ, അതിന്റെ സാധ്യതകളൊക്കെ എങ്ങനെയാണ്? നമുക്കിപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഒരുപാട് സീനിയർ സിറ്റിസൺസ് സംസാരിക്കാൻ ആളില്ലാതെ വിദേശങ്ങളിലുള്ള സീനിയേഴ്സ് ഹോമുകളിലുണ്ട്. ഓക്കെ. എൻ്റെ 14 വയസ്സുകാരായ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ ചെയ്തത് അമേരിക്കയിലെ സീനിയേഴ്സ് ഹോമിലെ 2 അമ്മാമ്മമാരെ കണക്ട് ചെയ്ത് കൊടുക്കില്ലായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ ഇവർ കയറി അമ്മാമ്മമാരെ വിളിക്കും, ഇവർ രണ്ടു കൂട്ടരും വർത്തമാനം പറയും. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. ഒരു മാസം ഒന്നും പറയാൻ ആദ്യം തുടങ്ങുമ്പോൾ ബ്രോക്കൺ ഇംഗ്ലീഷ് ആയിരിക്കാം, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ പറയുന്ന കേട്ടും ഇവരങ്ങോട്ട് പറഞ്ഞും ഇവരുടെ സംസാരം ഫ്ലുവൻ്റ് ആവും. കുറച്ചുകൂടി ഈസി ആയിട്ട് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആവും അല്ലേ? മാത്രമല്ല അമ്മമാരുടെ മക്കൾ ഈ കുട്ടികൾക്ക് അമ്മയ്ക്ക് കൂട്ടിരിക്കുന്നതിന്റെ പേരിൽ ഫീസ് കൊടുക്കും. ഓ. ട്യൂഷൻ ഫീസ് എന്ന് പറയണ്ട, ആഹാ. വെറുതെ ഇരുന്ന് വർത്തമാനം പറയുന്നതിനാണ് ഫീസ് കിട്ടുക. ഓ. ഇപ്പൊ നമ്മുടെ ചുറ്റുപാടും എത്ര പേര് ഏകാന്തതയിൽ ജീവിക്കുന്ന, ആരോടും സംസാരിക്കാനില്ലാത്തതുകൊണ്ട് ആത്മഹത്യാ പ്രവണത വരുന്ന ആളുകളുണ്ടല്ലോ, ദുഃഖിച്ചിരിക്കുന്നവരുണ്ടല്ലോ. നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ അവൈലബിൾ ആണ്, സംസാരിക്കാൻ ഞാൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങളെ ഡയറക്റ്റായിട്ട് വിളിച്ച് ഒരാൾ സംസാരിച്ച് ഒരു ഷോൾഡർ ടു ക്രൈ ഓൺ, എൻ്റെ വേദനകൾ തന്നോട് പറഞ്ഞ് എനിക്കൊരു ആശ്വാസം കിട്ടുമെങ്കിൽ ഞാൻ ആത്മഹത്യയിൽ നിന്ന് ഞാൻ പിന്മാറുമെന്നാണെങ്കിൽ അതൊരു വലിയ പുണ്യപ്രവൃത്തിയല്ലേ?